ചരിത്രമെഴുതാൻ മഹാരാഷ്ട്രയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാർ നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ 2 ആഴ്ചയ്ക്കുള്ളിൽ ഉന്നതതല സമിതി രൂപീകരിക്കും. വിവാഹമോചനം, സ്വത്തവകാശം, ദത്തെടുക്കൽ എന്നിവയിൽ എല്ലാ മതസ്ഥർക്കും ഒരേ നിയമം കൊണ്ടുവരാനും ഫട്നാവിസ് സർക്കാരിന്റെ നീക്കം. വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ സമിതി രൂപീകരണത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. നന്ദൻ, വളരെ നിർണായകമായ നീക്കമാണ് ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാർ നടത്തുന്നത്. എങ്ങനെയാണ് തുടർ നടപടികൾ? രാഖി, മഹാരാഷ്ട്രയിലും UCC നടപ്പാക്കുവാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് BJP സർക്കാർ കടന്നിരിക്കുന്നു. ഉത്തരാഖണ്ഡിനും അസമിനും അതേപോലെ തന്നെ ഗുജറാത്തിനും പശ്ചിമ ബംഗാളിനും പിന്നാലെ മഹാരാഷ്ട്രയിലും ഇപ്പോൾ UCC നടപടികൾ ആരംഭിക്കുകയാണ്. 2 ആഴ്ചയ്ക്കകം ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതിക്ക് രൂപം നൽകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ സമിതി രൂപീകരണം എന്നുള്ളതും അറിയാൻ കഴിയുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഈ വരും ദിവസങ്ങളിൽ സഭാ സമ്മേളനം ചേരുമ്പോൾ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തത നടത്തുമെന്നുള്ളതാണ്. അതിന് മുന്നോടിയായി തന്നെ പൊതുജനങ്ങളിൽ നിന്നും അതേപോലെ തന്നെ വിദഗ്ധരിൽ നിന്നുമൊക്കെ തന്നെ അഭിപ്രായം തേടും. അതിനുശേഷം മാത്രമായിരിക്കും കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഏതായാലും UCC നടപ്പാക്കിയ ഉത്തരാഖണ്ഡിൻ്റെ മാതൃകയിൽ ബഹുഭാരിത്വത്തിന് 7 വർഷം തടവും അതേപോലെ തന്നെ ദത്തെടുക്കൽ, വിവാഹമോചനം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ തന്നെ എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം എന്ന നിലയിൽ തന്നെ UCC നടപ്പാക്കുവാൻ തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാരും ശ്രമിക്കുന്നത്. ശരി നന്ദൻ.